ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ പള്ളത്തിക്കുട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറി വെക്കാനും കൂടുതൽ വറക്കാനും എടുത്തു. കറി വെക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു വാളം തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി, വളരെ കുറച്ച് മല്ലിപ്പൊടിയേക്കാളും കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം പള്ളത്തിയിലോട്ട് ഇഞ്ചി, പച്ചമുളക്, വേപ്പില അതിട്ടു. പിന്നെ പള്ളത്തിയിലേക്ക് പച്ചമാങ്ങ സൂപ്പറാ, ഭയങ്കര ടേസ്റ്റാ. പച്ചമാങ്ങ അരിഞ്ഞത് കുറച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച നല്ല പേസ്റ്റ് പരുവത്തില് നമ്മുടെ അരപ്പ് അതിലേക്ക് ഇടുക. ഈ അരപ്പിലേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലെ ബാക്കിയുള്ള അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ആ അരപ്പ് മൊത്തം അതിലേക്ക് കഴുകി ഒഴിക്കാം. എന്നിട്ട് ഞാൻ ഒന്ന് നോക്കി നല്ല പോലെ ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ അരപ്പ് കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് കറിയിൽ ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം, എന്നാലേ അതൊരു സെറ്റ് ആവുള്ളൂ. അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ ഒരു മൂടിക വെച്ചിട്ട് ആ ചട്ടിക്കലം മൂടി നമ്മുടെ ഗ്യാസിൻ്റെ പുറത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഓൺ ചെയ്തു. ഇനി നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. നോക്കിയാൽ നല്ല തള വന്നിട്ടുണ്ട്. ഈ തള വരുന്ന സമയത്ത് നമുക്ക് തീ കുറച്ച് വെച്ച് നല്ല പോലെ ഒന്ന് ചുറ്റിച്ച് ചെറുതീയിൽ അവൻ അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നമ്മുടെ പള്ളത്തി മാങ്ങിയിട്ട കറി റെഡിയാകും. അതിനുശേഷം നമുക്കൊന്നും കൂടെ മൂടി വെക്കാം, കുറച്ചും കൂടെ വറ്റട്ടെ. അപ്പോൾ വറ്റിയിട്ട് നമ്മളൊരു തരി പോലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, പക്ഷേ എണ്ണമയൊക്കെ വന്നിട്ടുണ്ട്. നല്ല കുറുകിയ പള്ളത്തിക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. മുടിഞ്ഞ ടേസ്റ്റാണ് കേട്ടോ ഇത്.